ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയരായ സകലർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ വേഗത്തിൽ നമ്മുടെ വചന ധ്യാനത്തിലേക്ക് കടക്കാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇവിടെ ഈ വാഗ്ദത്തങ്ങൾ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അതിന് മുൻപ് പറഞ്ഞിരിക്കുന്ന 6-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളാണ്. എടുത്തു വായിക്കുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധിയോടും വേർപാടോടും നമ്മൾ ജീവിക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്ന് വസിക്കുമെന്നും, അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് അങ്ങനൊരു ജനത്തിൻ്റെ പിതാവായിട്ടും അങ്ങനൊരു ജനം അവൻ്റെ പൈതങ്ങളായിട്ടും വസിക്കും എന്നുള്ള ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ചുമ്മാ ഇരിക്കാമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വാഗ്ദത്തങ്ങൾ ഉള്ളതുകൊണ്ട് ഉത്തരവാദിത്വമുണ്ട്. എന്താ ഉത്തരവാദിത്വം? നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം. ഇതൊന്നും കർത്താവ് ചെയ്യുമെന്നല്ല പറഞ്ഞു, നമ്മൾ ചെയ്യണത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവനിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യണം. പക്ഷെ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ താനെ സംഭവിക്കുമെന്ന് ആരും വിശ്വസിക്കരുത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ജഡത്തിലെയും ആത്മാവിലെയും. പലപ്പോഴും പാപം എന്ന് പറയുമ്പോൾ ജഡത്തിലെ പാപമേ അറിയാവുള്ളൂ. ആത്മാവിലെ പാപങ്ങളൊക്കെ അറിയാവോ? ആത്മാവിലെ കന്മഷം എന്ന് പറയുമ്പോൾ മാലിന്യം എന്നുള്ള അർത്ഥമാണ് പഴയ ബൈബിളില്. ആത്മാവിലെ എന്ന് പറയുമ്പോൾ അകത്തെ മനുഷ്യൻ എന്നുള്ളതാണ്. നമുക്കെല്ലാം ഒരു അകത്തൊരു മനുഷ്യനുണ്ട്, അല്ലേ? ആത്മാവ് ദേഹം ദേഹി എന്നൊക്കെ നമ്മൾ ഇന്നൊരു പാട്ടിൽ പാടിയായിരുന്നു. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ. ഈ പുറത്തെ മനുഷ്യന്റെ പാപം തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പിന്നെ അകത്തെ മനുഷ്യൻ, മനോഭാവം, ചിന്താഗതി, ഉന്നത ഭാവം, ഇങ്ങനെ കുറേ പോവും, അല്ലെ? താഴ്മ, ഈ വിഷയങ്ങളൊക്കെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ളതാണ്. ദൈവം മാത്രം കാണുന്ന വിഷയങ്ങളാണ്. അവിടുത്തെയും കന്മഷമൊക്കെ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പൊ കർത്താവ് ഈ വാഗ്ദത്തങ്ങളൊക്കെ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരല്പം വിശുദ്ധിയല്ല, തികവുള്ള വിശുദ്ധി, പെർഫെക്റ്റ് ഹോളിനെസ്, അല്ലേ? അതിനു വേണ്ടി ബന്ധപ്പെടുന്ന ഒരു ജനമായിരിക്കണം തൻ്റെ ജനം. അങ്ങനെ ഒരു ജനത്തിന് അവൻ അപ്പനായിരിക്കും, അങ്ങനെ ഒരു ജനം അവൻ്റെ പൈതങ്ങളായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. പലപ്പോഴും ഈ ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിശുദ്ധിയിൽ പലർക്കും വളർച്ചയില്ലാതാവുന്നത്. ഒരു പരുവ് എത്തിക്കഴിയുമ്പോൾ പിന്നെ അങ്ങ് പോകും, അല്ലേ? ഒരു പ്ലേറ്റോ, ഒരു ലെവൽ കഴിഞ്ഞാൽ, അത് നമ്മൾ എന്ത് കാര്യം അഭ്യസിച്ചാലും എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വളർച്ച വളരെ കഠിനമാണ്, അല്ലേ? ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഗീത ഉപകരണം പഠിക്കാൻ പോയവർക്കറിയാം, കുറച്ചൊക്കെ പഠിച്ചു പിന്നെ അങ്ങോട്ടൊന്ന് തുടക്കമൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് വളർച്ച പ്രാപിക്കുന്നവനാണ് പ്രഗത്ഭന്മാരാകുന്നത്. അങ്ങോട്ട് പോകും തോറും എണ്ണം കുറയും, അല്ലേ? പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗിറ്റാർ ക്ലാസ് തുടങ്ങുന്ന ദിവസം 20 പേര്, 1 വർഷം കഴിഞ്ഞപ്പം 3 പേര്, 10 വർഷം കഴിഞ്ഞപ്പം ഒരുത്തനുണ്ട്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതത്തിൽ ആരംഭം തുടങ്ങിക്കളയാം, വിശുദ്ധിയോ പിന്നെന്ത് വേണം, അല്ലേ? പിന്നെ പതുക്കെ വിശുദ്ധിയൊന്നും ഇല്ലാലും കുഴപ്പമില്ല, സഭയിലൊക്കെ പോകുന്നുണ്ട്, ഒരു മതപരമായ ഒരു ഭക്തി, അത് മതി. പുറമേ ഉള്ള ഭക്തി. വിശുദ്ധിയിൽ മുന്നേറുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ വിശുദ്ധിയൊന്നുമില്ല. പിന്നെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പുള്ള അതേ പാപത്തോട് ഇപ്പോഴും പോരാടുന്നുണ്ട്. അതിന് വല്ല മുന്നേറ്റം എന്ന് പറഞ്ഞാൽ മുന്നേറ്റം എന്ന് പറയാം. പക്ഷെ നമ്മളാരും അത് പറയാറില്ല, അല്ലേ? 1-ാം ക്ലാസ്സിൽ ഇപ്പോഴും പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സാവാൻ പോകുന്നുണ്ട്, പക്ഷെ തോക്കുന്നുണ്ട് എന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ എന്താ പറയുന്നത്? അതുപോലെ പഠിക്കുന്നുണ്ടെന്ന് പറയുമോ? 20 വർഷമായിട്ട് 1-ാം ക്ലാസ് പാസ്സായിട്ടില്ല, പക്ഷെ പഠിത്തം നിർത്തി അവൻ വേറെ പണിക്കൊന്നും പഠിക്കും, ഇപ്പോഴും പഠിച്ച് പരീക്ഷ എഴുതാൻ പോകും. അപ്പോൾ പോരാടുകയാണ്, മുന്നേറുകയാണെന്ന് പറയുമോ? ഇല്ല. ഇത് പല
ആത്മീയ ശിശുക്കളുടെ പ്രശ്നം ഇതാണ്. 20 വർഷമായിട്ട് ഒരേ പാപം തന്നെ. അവന് ഒന്നും ചെയ്യാതെ ലോകത്തിൽ കിടക്കാന്ന് പറയാനും പറ്റത്തില്ല, എന്നാൽ മുന്നേറുന്നുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. അല്ലേ? നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ നോക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട അന്ന് നിങ്ങൾ അഭിമുഖീകരിച്ച പാപങ്ങളൊക്കെ ഇപ്പം അയ്യോ അങ്ങനെ ഒരു പാപം ഉണ്ടായിരുന്നോ എന്ന് പറയുന്ന ലെവലിലാണോ? അതൊക്കെ ഇപ്പോഴും ഉണ്ട് ബ്രദറെ. അതൊന്നും ഒരിടത്തും പോയിട്ടില്ല, എന്നും അതൊക്കെ തന്നെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ 1-ാം ക്ലാസ്സിൽ തോറ്റിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നം എന്താണ്? അങ്ങനെ ഉള്ളവർ വിശുദ്ധിയിൽ വളരാത്തതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവ ഭയം. അപ്പോൾ ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന 2 യോഗങ്ങളിലും എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വിഷയം ഒരേ വിഷയം തന്നെയാണ്, ദൈവ ഭയം. പലപ്പോഴും വിശ്വാസികൾക്ക് കേൾക്കാൻ അത്ര താല്പര്യമൊന്നുമില്ലാത്തൊരു വിഷയമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്, ദൈവ ഭയം. ദൈവഭയം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ട്, അതൊക്കെ പഴയ നിയമത്തിൽ. ഇപ്പൊ കൃപയുടെ യുഗമല്ലേ അല്ലേ എന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവഭയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. കാരണം ദൈവഭയത്തോടെ വേണം വിശുദ്ധിയെ തികയ്ക്കുവാൻ എന്ന് അപ്പോസ്തലൻ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇനി എത്ര പ്രാർത്ഥിച്ചാലും പാട്ടുപാടിയാലും സഭായോഗത്തിന് വന്നാലും പുറമേ ഉള്ളൊരു ഒരു മതപരമായ ഭക്തിക്കപ്പുറത്ത് അത് വിശുദ്ധിയിൽ പരിണമിക്കുകയില്ല. അതുകൊണ്ട് ദൈവഭയം ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഈ ഉഴപ്പന്മാരാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ. ആ ഒരു ഉഴപ്പ് മാറണമെങ്കിൽ ശരിയായ ദൈവഭയം കടന്നു വരണം. ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കാൻ കഴിയുന്നവർ ദയവായി വായിച്ച് സഹായിക്കുക. ഫിലിപ്പ്യ ലേഖനം 2:12. ഫിലിപ്പ്യ ലേഖനം 2:12. ദൈവഭയം പുതിയ നിയമത്തിലും വളരെ പ്രസക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മുടെ കാതലായ ഇന്നത്തെ വചനം ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗത്തിലേക്ക് കടക്കാം. ഫിലിപ്പ്യ ലേഖനം 2:12. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. കണ്ടോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഇനി ആ രക്ഷ നിങ്ങൾ വളരണം. അത് പക്ഷേ ചുമ്മാ വളരാൻ പറ്റത്തില്ല. എന്താ? ഏറ്റവും അധികം ഭയത്തിലും വിറയിലും. എത്ര പേരാ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ആരും വിറയ്ക്കുന്നില്ലല്ലോ അല്ലേ? ഈ വിറയലെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചുമ്മാ പ്രാസത്തിന് പറഞ്ഞതായിരിക്കും പൗലോസ് അല്ലേ? ഇന്ന് ഒരുപാട് പ്രസംഗങ്ങളുണ്ടല്ലോ ഈ പ്രാസം വെച്ച് ഒപ്പിക്കുന്നവന്മാർ. അതായത് വചനമൊന്നുമില്ല, ചുമ്മാ പിന്നെ മലയാളം വെച്ച് ജീവിക്കുന്നു അല്ലേ? വാക്ചാതുര്യത്തിൽ അങ്ങനെ ചുമ്മാ പൗലോസ് ചുമ്മാ പോട്ടെ ഒരു പ്രസംഗം പറയുമ്പോൾ കൊള്ളാം ഭയവും വിറയലും എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല. പഴയ നിയമത്തിലൊക്കെ ഒരുപാട് വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ സമയമില്ല അല്ലേ? എൻ്റെ വചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നവനെ ഞാൻ മാനിക്കും അല്ലേ? യെശയ്യാവിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. വചനത്തിൻ്റെ മുമ്പാകെ വിറയലുണ്ടോ? അപ്പം നിങ്ങളോട് ഒന്ന് പറയണേ, ബ്രദറെ ഇന്നലെ രാത്രി ചെയ്ത കാര്യം പ്രശ്നമായിക്കോട്ടെ, പോലീസ് നാളെ വീട്ടിൽ വരും, വിറയലുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പോലീസ് കണ്ട വീട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ, എല്ലാവർക്കും ഒരു ചെറിയ ഭയമൊക്കെ വരും അല്ലേ? നമുക്ക് അതുപോലും ഇല്ല പലപ്പോഴും വചനമൊക്കെ വായിക്കുമ്പോൾ അല്ലേ? ഇപ്പോൾ ഏതോ ഒരു സഹോദരി 1 തെസ്സലോനിക്കർ 4 വായിച്ചു, എത്ര പേർക്ക് വിറയൽ വന്നു? ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നത് അയ്യോ അപ്പോസ്തലനായ ഞാനല്ല, ഏതെങ്കിലും പാസ്റ്ററല്ല, അതിന് പ്രതികാരം ചെയ്യുന്നത് കർത്താവ് എത്രയെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. നമ്മളെല്ലാം ആമീനും പറഞ്ഞ് അടച്ചു വെച്ചു. ആർക്കും വിറയലൊന്നും വന്നില്ലല്ലോ. അത് ബ്രദറെ ഞങ്ങൾ ലൈംഗിക ഭാഗത്തിലൊന്നും ജീവിക്കുന്നില്ല, എന്നാലും വിറയൽ വരണം. അത് ചെയ്യാത്തതുകൊണ്ടുള്ളതല്ല, വിറയൽ വരണം. കാരണം കർത്താവ് വളരെ കണിശമായിട്ട് പറയുകയാണ്. അത് അവിടെ 1 തെസ്സലോനിക്കർ 4 മാത്രമല്ല, എബ്രായർ 13 പറഞ്ഞിട്ടുണ്ട്. വിവാഹം സകലർക്കും മാന്യമായിരിക്കണം, വിവാഹ കിടക്കാൻ നിർമ്മലമായിരിക്കണം. കാരണം വ്യഭിചാരികളെയും പരസംഗികളെയും ദൈവം വിധിക്കും. അതും ഒരു വാക്തത്വമാണ് കേട്ടോ. ആ വാക്തത്വം ഒന്നും നമ്മൾ കേൾക്കാറില്ല അല്ലേ? പ്രോമിസ് ഫസ്റ്റ്, ഗോഡ് വിൽ ജഡ്ജ് അല്ലേ? കേട്ടോ, നമ്മുടെ സഭകൾ ഇപ്പം ഇവിടുത്തെ കാര്യം ഞാൻ പൊതുവായിട്ട് പറയും. നിങ്ങളുടെ സഭ എനിക്ക് വളരെ വ്യക്തിപരമായ എല്ലാവരെയും ഒന്നും അറിഞ്ഞൂടാ, പക്ഷേ പൊതുവായിട്ട് നമ്മൾ ശുശ്രൂഷകന്മാരെന്ന രീതി കാണുന്നതാണ്. സഭയ്ക്ക് അകത്തിപ്പം പാസ്റ്റർമാരുൾപ്പെടെ എല്ലാം ലൈംഗിക ഭാഗത്ത് മുങ്ങിക്കിടക്കുക അല്ലേ? ഒരു ഭയവും ഇല്ല. കൃപായുഗമായല്ലോ അല്ലേ? കൃപ 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 ഒന്ന് മതി
ആ പറയുന്ന കൃപ വേറെയാ കേട്ടോ. അത് തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൻ്റെ പേരാ, കൃപ തിയേറ്റർ അല്ലേ. എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ദൈവകൃപ അതല്ല. ഇതൊക്കെ പറഞ്ഞ പുതിയ നിയമത്തിൽ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നേ ആ ഭയത്തോടും ഏറ്റവും അധികം, നമ്മൾ വിറച്ച് തുടങ്ങിയിട്ടില്ല, ഏറ്റവും അധികം വിറയൽ വേണമെന്ന് പറഞ്ഞു. എന്താ ഈ പ്രത്യേക രോഗമൊക്കെ ചിലർ വരുമല്ലോ, ചില ന്യൂറൽ രോഗം, ഭയങ്കര വിറയലായിരിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിലുള്ള വിറയലല്ല അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ പിടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഭയമല്ല ഈ പറയുന്ന കേട്ടോ. ഈ ചില പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. കഠിന ഹൃദയന്മാരെ നമ്മൾ വിറപ്പിക്കുകയും വേണം. എന്നാൽ ലോല ഹൃദയരായിട്ടുള്ള ചിലരുണ്ട്, അവർ എപ്പോൾ ശിക്ഷാവിധി പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക, കർത്താവ് എന്നെ ഇപ്പം കൊല്ലും അല്ലേ. അങ്ങനെയുള്ളവരല്ല കേട്ടോ ഈ പറയുന്നത്. അങ്ങനെയുള്ളവർ ദൈവം ഇത് മനസ്സിലാക്കി, ഇത് ശിക്ഷാവിധിയെക്കുറിച്ചല്ല ഈ പറയുന്നത്, ദൈവഭയം അല്ലേ. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നതായിരിക്കും. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ 5:14. യോഹന്നാൻ 5:14. അധികം തിന്മയായത് സംഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുതെന്ന് സൗഖ്യം കിട്ടിയവനോടാണ് പറഞ്ഞത്. അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താ ഈ തിന്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 5:5. കണ്ടോ, 38 ആണ്ടായിട്ട് അവൻ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു. അതിനെയാണ് കർത്താവ് തിന്മ എന്ന് വിളിച്ചത്. എന്നിട്ട് പിന്നെ പോയി പറഞ്ഞു, നിനക്ക് സൗഖ്യമൊക്കെ കിട്ടിയിരിക്കുന്നു, ഇനി പാപം ചെയ്യരുത്, കാരണം അധികം തിന്മ വരുവാണ്. 38 കൊല്ലം കട്ടിലെ രോഗിയായിട്ട് കിടന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആരുമില്ല ഇവിടെ അല്ലേ. നമ്മൾ വളരെ ചുരുക്കമേ അങ്ങനെ 38 കൊല്ലം അല്ല, 5 കൊല്ലം 10 കൊല്ലം 20 കൊല്ലമൊക്കെ കിടന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 38 കൊല്ലവും കട്ടിലെ രോഗിയായിട്ട് കിടന്ന ഒരു അപ്പച്ചനെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ ഇനി പാപമൊക്കെ ചെയ്താണ്ടല്ലോ ഇതിനേക്കാളും വലിയത് വരുമെന്ന്. കണ്ടോ, നമ്മൾ പലപ്പോഴും ഈ 5:14 വായിക്കുമ്പോൾ എന്തോ വലുതെന്തോ പറഞ്ഞാൽ എന്തോ ഇതൊക്കെ മുട്ടിന് പോലെ വേദന പോലെ വരുന്ന പോലെ ആയിരിക്കും. അതല്ല, 38 കൊല്ലം കിടന്ന രോഗിയോടാണ് പറഞ്ഞത് മര്യാദക്കൊക്കെ നടന്നോണം. അയ്യോ, കൃപയുടെ സുവിശേഷം യേശു ക്രിസ്തു. മോശ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, യേശു ഇത് പറഞ്ഞേ. ഇതാണ് പുതിയ നിയമത്തിലെ കൃപ. അപ്പൊ കണ്ടോ, ദൈവഭയം. അപ്പൊ ഇവിടൊക്കെ ഈ വായിച്ച വാക്യങ്ങളിലൊക്കെ എന്താ ഈ ദൈവഭയം? പ്രത്യേകിച്ച് ഈ വാക്യം യോഹന്നാൻ 5:14 എന്താ ദൈവഭയം? പാപത്തിൻ്റെ അനന്തര ഫലങ്ങളെ മനസ്സിലാക്കി ഭയപ്പെടണം. ഇന്ന് വിശ്വാസികൾ പലരും ഒരു ഭയവും ഇല്ലാത്തതിൻ്റെ കാരണം പാപത്തിനൊരു അനന്തര ഫലവും ഇല്ല. ഒരു 5 മിനിറ്റ് പോയി ഒരു സോറി പറയണം ദൈവത്തോട്. അല്ലാതെ ഒരു അനന്തര ഫലവും പാപത്തിനില്ല എന്നാണ് നമ്മൾ കൃപയെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, ഇനി ഒരു പ്രശ്നമില്ല ബ്രദറെ, ഒന്നും നഷ്ടപ്പെടത്തില്ല പാപം ചെയ്താൽ. പിന്നെ പോയി സോറി പറയണം ദൈവത്തോട്. അത് ചിലരെല്ലാം എന്താ പറയുക, കുമിച്ചു കൂടി. നമ്മൾ ചില വീടുകളിൽ പോയി അറിയാലോ, ചില പയ്യന്മാരുടെ റൂമിൽ കയറി അറിയാം, കൂറ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി നനയ്ക്കാൻ വെച്ചിരിക്കുക തുണി അല്ലേ. ഒരാഴ്ച കൂടുമ്പോഴേ കൊണ്ട് നനയ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞായറാഴ്ചത്തെ വരെ പാപം ഇങ്ങനെ കൂട്ടി പിന്നെ ഞായറാഴ്ച യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവ് എല്ലാ പാപങ്ങളും പുറത്തേക്കണേ അല്ലേ, എല്ലാം കൂടെ അങ്ങ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് നനച്ച് കളഞ്ഞു. അല്ലാതെ എന്തോ അനന്തര ഫലമാണുള്ളത്. അല്ല, നിങ്ങളാണെ പോയി സൗഖ്യം കിട്ടിയ ഒരാളോട് ഇത് പറയൂ, ദൈവം ഒരു ദൂത് വന്നിട്ട് പറയാണ്, പോയി പറ 38 കൊല്ലം കിടന്നവനോട് പോയി പറ. അങ്ങനെ അതെന്തോന്നും ദൈവശാസ്ത്രം, അതൊക്കെ തെറ്റായ ദൈവശാസ്ത്രം എന്ന് നമ്മൾ പറയത്തുള്ളൂ അല്ലേ. ആ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളെ ഓർത്തിട്ട്, അതാണ് എബ്രായർ 13 പറഞ്ഞത്, ദൈവം ലൈംഗിക പാപികളെ ഉറപ്പായിട്ടും വിധിക്കും അല്ലേ. 1 തെസ്സലോനിക്കർ പറഞ്ഞ അവർ പ്രതികാരം ചെയ്യും. അതൊക്കെ അനന്തര ഫലങ്ങളാണ്. അയ്യോ, ഞാൻ വിശ്വാസിയാണ്, ഇത് വിശ്വാസികളുടെ സഭയ്ക്കകത്തെ കാര്യം. 1 തെസ്സലോനിക്കർ 4. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ചതിക്കരുത്. കണ്ടോ, അല്ലാതെ ലോകത്തിൽ ഏപ്പടവും കണ്ടുകൊണ്ട് നടക്കുന്നവനോടല്ല ഇത് പറഞ്ഞത്. സഭയ്ക്കകത്ത് ലൈംഗിക പാപം ചെയ്യുകയാണ്. അങ്ങനെയുള്ള സഹോദരനോടാണ് ഈ പറഞ്ഞത്, ക്രിസ്തുവിലുള്ള സഹോദരനോടാണ് പറഞ്ഞത്. പ്രതികാരമൊക്കെ വാങ്ങിച്ചു പിടിക്കാൻ റെഡി ആയിക്കോ. അപ്പൊ കണ്ടോ, പാപത്തിന് അനന്തര ഫലമുണ്ട്. അത് കൃപായുഗത്തിലുമുണ്ട്, എല്ലാ യുഗത്തിലുമുണ്ട്. കാരണം ദൈവം വിശുദ്ധനാണ്, അശുദ്ധി വെച്ച് പൊറുപ്പിക്കത്തില്ല. അശുദ്ധമായ ഒരു ജനത്തിനോട്, ഇവിടെ നമ്മൾ 2 കൊരിന്ത്യർ വായിച്ച പോലെ, അശുദ്ധമായ ജനത്തോട് പറയുന്നില്ല
നിങ്ങളുടെ നടുവിൽ ഞാൻ നടന്നുകൊള്ളാം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് കണ്ടോ, അതാണ് 6-ാം അധ്യായം 2 കൊരിന്ത്യരുടെ അവസാനം. അപ്പം കണ്ടോ, വിശുദ്ധിയും വേർപാടും ഉള്ളൊരു ജനത്തോടെ കർത്താവ് പറയുന്നുള്ളൂ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കാം. അയ്യോ കർത്താവ്, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് നോക്കിക്കേ, ഉപദേശപരമായി ഞങ്ങൾ അടിപൊളിയാ. അതൊന്നും കാര്യമൊന്നുമില്ല. ഒരുപാട് ദൈവശാസ്ത്രത്തിന് ഊന്നൽ കൊടുക്കുന്ന സഭകളിലൊക്കെ ശുശ്രൂഷിച്ച ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് അമേരിക്കയിൽ. ഇതുപോലെ തിയോളജി പറയുന്ന കൂട്ടരില്ല. പക്ഷെ ഞാൻ പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ ലൈംഗിക പാപങ്ങൾ നടന്നിട്ടുള്ള സഭ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ സഭയാണെന്ന്. ഒരു സഭയുടെ കാര്യമല്ല, ഒരു സംഘടനയുടെ കാര്യമാണ് പറയുന്നത്. വലിയ കൊമ്പത്തെ റിഫോംഡ് തിയോളജി പഠിപ്പിക്കുന്നവന്മാർ. ആ സഭയെ ഞാൻ കണ്ടിട്ടുള്ളതുപോലെ ലൈംഗിക പാപങ്ങളുള്ള വേറൊരു സഭയും സംഘടനയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അമേരിക്കയിൽ ഒരിക്കൽ, എനിക്ക് ഓർമ്മയുണ്ട്, വൈകുന്നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരു 100-300 പേരുള്ള ഒരു സഭയാണ്. എല്ലാ പ്യൂവിലിരിക്കുന്ന എല്ലാ വ്യക്തിയുടെയും മുഖത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഒരൊറ്റ വ്യക്തി ഇരിപ്പില്ല, ഒരൊറ്റ കുടുംബം ഇരിപ്പില്ല. ഒരു പാസ്റ്റർ എന്ന രീതിയിൽ എനിക്ക് ലൈംഗിക പാപം ഒന്നും ചെയ്യാത്ത ഒരുത്തം ഇരിപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സകലരുടെയും ലൈംഗിക പാപം അറിയാം. അന്ന് എൻ്റെ കൂടെ മുതിർന്ന പാസ്റ്ററായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ചൊരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ കൂടാണ് ഞാൻ ആ ഇടയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടത്. പുള്ളി എന്നോട് പറഞ്ഞു, 25 കൊല്ലം മുമ്പ് ഞാൻ പാസ്റ്ററായപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു പാസ്റ്റർ ആകുക എന്ന് വെച്ചാൽ സകല വിശ്വാസികളുടെയും 99% ലൈംഗിക വിഷയങ്ങൾ കേൾക്കലാണ് എൻ്റെ ജോലിയാണ്. അതാണ് അമേരിക്കയിൽ വലിയ തിയോളജിയൊക്കെ യൂട്യൂബിൽ കൂടി ഇങ്ങോട്ട് അയക്കുന്നുണ്ടല്ലോ, അവിടുത്തെ ഗതി. അതുകൊണ്ട് ഈ ദൈവശാസ്ത്രത്തിൽ ഊന്നൽ കൊടുക്കുന്നു, കർത്താവ് ഞങ്ങൾ നിൻ്റെ ആളാണെന്ന് പറഞ്ഞാലൊന്നും ദൈവസന്നിധിയിൽ വില പോകുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം, ലോകത്തിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം. ഇതാണ് വേർപാട് സഭ എന്നൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം. ഇന്ന് പലപ്പോഴും അതൊന്നും അങ്ങനെ ഊന്നൽ കൊടുക്കാറില്ല. ഇന്ന് വെള്ളയിടും സ്വർണ്ണം ഊരും, അപ്പോൾ പിന്നെ വേർപാടായി. ആ വേർപാട് എന്തോ പാടുപെടലാണ്. ശരിയായ വേർപാട്, വചനത്തിലെ വേർപാട്, ലോകത്തിൻ്റെ അശുദ്ധമായ വഴികളിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം. ഇവിടെ 2 കൊരിന്ത്യരിൽ ഈ വിഷയം പറയുമ്പോൾ, അത് 1 കൊരിന്ത്യരിൽ ഒരു വാക്യമുണ്ട്, അവിടെ ഉപദേശപരമായ ഒരു അർത്ഥത്തോടുണ്ട്. പക്ഷെ ഉപദേശവും നടപ്പും എല്ലാം ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തരായ ഒരു ജനമായിരിക്കണം. അപ്പോൾ കർത്താവ് വന്നിട്ട് നമ്മുടെ സഭയുടെ, നിങ്ങളുടെ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് ഇങ്ങെടുത്ത്, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത് എടുത്ത്, നിങ്ങളുടെ ഉപദേശകന്മാരുടെയൊക്കെ ദൈവശാസ്ത്രം ഇങ്ങോട്ട് എടുത്തതെന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. കർത്താവ് വന്ന് ചോദിക്കുന്നത്, ഇവിടെ വിശുദ്ധന്മാരുണ്ടോ? എൻ്റെ വചനത്തിൻ്റെ മുൻപാകെ വിറയ്ക്കുന്നവരുണ്ടോ? അത് കർത്താവ് സഭായോഗത്തിലല്ല ചോദിക്കുന്നത്. എവിടെ നിന്നറിയോ? വീട്ടിൽ ഒറ്റയ്ക്ക് മൊബൈലുമായിട്ടിരിക്കുമ്പോഴൊക്കെയായി ചോദിക്കുന്നത്. അവിടാണ് ഈ ചോദ്യം വരുന്നത്. അങ്ങനെയുള്ളവർ ഒരു ഞായറാഴ്ച രാവിലെ ഒത്തുകൂടി ആരാധിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരും. ഇന്നെന്താ നമ്മുടെയൊക്കെ സഭായോഗങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കുകയും ഒന്നും പലപ്പോഴും ഞാൻ പല പാസ്റ്റർമാരെ കാണാം, ഒന്നും സംഭവിക്കുന്നില്ല. ചുമ്മാ, പ്രത്യേകിച്ച് പാസ്റ്റർമാർക്കാണ് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്നത്. കാരണം എല്ലാ ആഴ്ചയും ഇത് നയിക്കുക, ഈ ബോറ് പരിപാടി നയിക്കണം. പാട്ടുപാടിനി, ഇനി ആരെങ്കിലും സങ്കീർത്തനം പറഞ്ഞ്, ഇനി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച്, ഇനി ഞാൻ പ്രസംഗിക്കട്ടെ. ഇതിങ്ങനെ ചടങ്ങ് പോലെ ചെയ്ത് ബോറടിച്ചിരിക്കണം. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഒന്നും സംഭവിക്കുന്നില്ല, ആരും രക്ഷിക്കപ്പെടുന്നില്ല, ആരും ഒന്നും പാപമൊന്നും ഏറ്റുപറയുന്നില്ല. ഇങ്ങനെ സാമുദായിക പള്ളികൾ പോലെ ഇങ്ങനെ ആളുകൾ വരുന്നു. ആകെ കൂടെയുള്ളൊരു ഗുണം, ആ കസേരക്കൊക്കെ നല്ല ചൂട് കിട്ടുന്നു അല്ലേ. ചിലരൊക്കെ എല്ലാ ആഴ്ച ഒരേ കസേരയ്ക്ക് തന്നെ അവിടെ തന്നെ ഇരിക്കുള്ളൂ അല്ലേ, ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും മാറിയിരിക്കില്ല. അപ്പോൾ ആ കസേരയ്ക്ക് ശുശ്രൂഷയാണ് 2 മണിക്കൂർ ചൂട് കൊടുക്കുക. അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം വരുന്നില്ല അല്ലേ. ഞാൻ അമേരിക്ക വെച്ച് ചോദ്യമാണ്, ദൈവമേ ഈ സഭയിൽ ദൈവം എപ്പോഴാണ് ഒന്ന് വരുന്നേ അല്ലേ. ഞാൻ ഒരു 3 വർഷത്തോളം ഒരു സംഘടനയിൽ ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്ത ആളാണ്. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു ഞായറാഴ്ച പോലും ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയില്ല. ഇവിടെ ഒരുപാട് പ്രസംഗമൊക്കെ കേട്ടു, പക്ഷേ ദൈവത്തെ കണ്ടുമുട്ടാറില്ല. ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ആരും പോകാത്ത ഒരു ഓണംകേറ മൂലയിലെ ഒരു ഗ്രാമീണ സഭയിൽ ഇംഗ്ലീഷിൽ പോയിട്ട് മലയാളം തന്നെ നേരെ ചൊവ്വേ അറിയാത്ത ഒരു 3-4 പേര് മാത്രം പോകുന്നൊരു സഭയിൽ പോയി ഒരിക്കൽ ഇരുന്നപ്പോൾ ദൈവ സാന്നിധ്യം രുചിച്ചറിഞ്ഞു.
അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാമീണ ശുശ്രൂഷയൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ. അത് സാധാരണ അമേരിക്ക പോയി തിരിച്ചു വരുന്നവനൊന്നും അയ്യോ അവനൊക്കെ പിന്നെ കൊമ്പത്തെ ആളാണ് അല്ലേ, ഐ ഡോണ്ട് സ്പീക്ക് മലയാളം അല്ലേ, അങ്ങനെ പറയത്തുള്ളൂ. മലയാളം അറിഞ്ഞൂരാ, പക്ഷെ എനിക്ക് മലയാളം അറിഞ്ഞൂടെങ്കിലും ദൈവ സാന്നിധ്യം വേണം. അല്ലാതെ ഈ ചുമ്മാ കൊമ്പത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ലക്ഷങ്ങൾ ചിലവാക്കിയ ക്യാമറയുണ്ട്, ലൈവ് സ്ട്രീം ഉണ്ട്. എനിക്ക് വേണ്ട അതൊന്നും. ഇവിടെ ദൈവം ഉണ്ടോ? ഇല്ല, ദൈവം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതെന്തിനാ? ആർക്ക് വേണം? എന്താ പ്രശ്നം? അയ്യോ, രക്ഷിക്കപ്പെട്ടവരല്ലേ, സ്നാനപ്പെട്ടവരല്ലേ, അഭിഷേകമുള്ളവരല്ലേ, ഇവിടെ അന്യഭാഷയുണ്ട്, ദൈവമില്ല. ഇത് കളിയല്ല കേട്ടോ, ചിരിക്കുന്നെങ്കിലും കളിയല്ല ഇത്. പല സഭകളിലെ സത്യാവസ്ഥയാണ്. മരുഭൂമിയായിരിക്കുക. പറയാൻ വിശ്വാസിയുണ്ട്, പറയാൻ പ്രസംഗിക്കാൻ അറിവുള്ളവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. കാരണം എന്താ? ദൈവഭയമില്ല. ദൈവഭയമില്ല. എന്താ ദൈവഭയം? എൻ്റെ ഒരു നിർവചനം പറഞ്ഞിട്ട് വളരെ വേഗത്തിൽ ഇന്നത്തെ ഞാൻ ചിന്തിക്കേണ്ട വേദഭാഗത്തിലേക്ക് കടന്നു പോകും. അതിൻ്റെ അർത്ഥം പ്രസംഗം തുടങ്ങാൻ പോകുന്നതല്ല, അത് നമ്മളൊന്ന് ഓടിച്ചൊന്ന് നോക്കുന്നതേ ഉള്ളൂ. എന്താണ് ദൈവഭയം? എൻ്റെ ഒരു നിർവചനം, ഇതിന് ആധാരമായിരിക്കുന്ന എല്ലാ വാക്യങ്ങളൊന്നും നമ്മൾ എടുത്ത് വായിക്കാൻ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതൊക്കെ തന്നെ. എന്താണ് ദൈവഭയം അല്ലെങ്കിൽ യഹോവ ഭക്തി എന്നൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ഒരു നിർവചനം ഇതാണ്: ദൈവത്തെ വാസ്തവമായി രുചിച്ചറിഞ്ഞ ഒരു ഭക്തൻ്റെ പ്രതികരണമാണ് ദൈവഭയം. ദൈവത്തെ വാസ്തവമായി രുചിച്ചറിഞ്ഞ ഒരു ഭക്തൻ്റെ പ്രതികരണമാണ് ദൈവഭയം. എങ്ങനെ ആ പ്രതികരണം വെളിപ്പെട്ടു വരുന്നത്? അതവൻ്റെ ഹൃദയത്തിൽ കർത്താവിലുള്ള സമ്പൂർണ്ണ വിശ്വാസത്തിലൂടെയും കർത്താവിനോടുള്ള പരിപൂർണ വിധേയത്തിലൂടെയും കർത്താവ് നിമിത്തം ദോഷം വിട്ടകലുന്നതിലും വെളിപ്പെട്ടു വരുന്നു. 3 കാര്യങ്ങളാണ് ആ പ്രതികരണത്തിലുള്ളത് അല്ലേ? ദൈവത്തെ അറിഞ്ഞത് നിമിത്തമുള്ള ആശ്രയം, അനുസരണം, മൂന്നാമത്തത് വിശുദ്ധി അല്ലേ? ആ ഒരു വിശ്വാസവും വിധേയത്വവും, പിന്നെ ദോഷം വിട്ടകലുന്നു. ഇതെല്ലാം പ്രതികരണമാണ് ഒരു ഭക്തൻ്റെ. ഞാൻ ദൈവത്തെ അറിഞ്ഞു, അവൻ്റെ വിശുദ്ധി ഞാൻ കണ്ടു, ഇനി അതിന് ചേർന്നതേ എനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടേണ്ട പ്രതികരണമാണ് ദൈവഭയം അല്ലേ? നമുക്കൊരു ഭയം കടന്നു വരികയാണ്, ഒരു ആരോഗ്യപരമായ ഒരു ഭയം. ഭയം എന്ന് പറയുമ്പോൾ പേടി എന്നുള്ള അർത്ഥത്തിലല്ല അല്ലേ? ഇപ്പം എനിക്ക് ചിലർക്ക് ചിലന്തിയെ കണ്ട പേടിയാണ്, ആ പേടിയല്ല ഇത്. ഇത് ഭയം എന്ന് പറഞ്ഞാൽ ഒരു അധികാരിയോട്, ഇപ്പം നാളെ ഇവിടെ ഗവർണർ വരികയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരികയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അയ്യോ എല്ലാം ചൊവ്വായിട്ടൊക്കെ ചെയ്യണം, തോന്നി പോലും ചെയ്യാൻ, വീട്ടിൽ ഇരിക്കണോ, അല്ല കാലം പൊക്കി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഭയം, അത് പേടിയേക്കാളും ഉള്ളിൻ്റെ ഉള്ളിലൊരു ആ വ്യക്തിയുടെ ആ ഘനം തിരിച്ചറിയുന്നതാണ്. ഇത് വലിയ ഒരു അധികാരിയാണെന്നുള്ള ബോധ്യം. അങ്ങനെ ദൈവത്തെ അറിയുന്നത് നിമിത്തം ഉള്ളത്തിൽ ആശ്രയവും അനുസരണവും വിശുദ്ധിയും വെളിപ്പെട്ടു വരുന്നതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ഈ ആരാധന സമയത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് പഴയ നിയമത്തിലെ മലാക്കി പ്രവചനത്തിലേക്ക് നമുക്ക് കടക്കാം. അവിടെ നിന്ന് 1-2 വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആരാധനയിൽ വെളിപ്പെട്ടു വരേണ്ട ദൈവഭയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മലാക്കി പ്രവചനം 1:6 മുതൽ 14 ഞാൻ തന്നെ വായിക്കാം. മലാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, മത്തായി നേരത്തോട്ട് പോയാൽ മതി. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കി പ്രവചനം 1-ാം അധ്യായം 6 മുതൽ അതിൻ്റെ 14 വരെ. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ, എന്തിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛിക്കുന്നു എന്ന് ചോദിക്കുന്നു? നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ, എന്തിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു? യഹോവയുടെ മേശ നിന്ദ്യമെന്നും നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവന് പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു.
അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവൻ്റെ ഭോജനമായ അതിൻ്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മലാക്കിയുടെ പുസ്തകത്തിൽ കർത്താവിൻ്റെ നാമത്തെ ബഹുമാനിക്കുക, ഭയപ്പെടുക എന്ന് പറയുന്നത് വളരെ കാതലായ ഒരു വിഷയമാണ്. ഈ 4 അധ്യായങ്ങളിലും നമുക്ക് ഈ വിഷയം കാണാം. എടുത്തു വായിക്കുന്നില്ല, പക്ഷേ എഴുതേണ്ടവർക്ക് എഴുതാം. 1:11, 1:14, 2:2, 2:5, 3:5, 3:16, 4:2. ഇവിടെ എല്ലാം വിഷയം എന്നെ ഭയപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ നാമത്തെ നിങ്ങൾ ബഹുമാനിക്കണം. ഈ വിഷയം ചൊല്ലിയാണ് കർത്താവ് മലാക്കി പ്രവാചകനിലൂടെ സംസാരിക്കുന്നത്. ഈ മലാക്കി പ്രവചനം ഈ വാക്യങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം കൂടെ ഒന്ന് പറയട്ടെ. കാരണം അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ വചനം എങ്ങനെ പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാകും. മലാക്കി പ്രവചനം എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 70 വർഷം ആലയം പുതുക്കി പണിഞ്ഞതിന് ശേഷമാണ്. നമുക്ക് പഴയ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ. ബാബേലിലേക്ക് ചിതറിപ്പാർത്ത ജനം കോരേഷ് അല്ലെ നിയമമൊക്കെ പറഞ്ഞ് എല്ലാവരും തിരിച്ചു പോക്കോളാനൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ അല്ലെ 3 കൂട്ടങ്ങളായിട്ടാണ് അവർ വരുന്നത്. അവരാദ്യം തിരിച്ചു വന്ന് ചെറിയൊരു അൽത്താരയൊക്കെ പണിഞ്ഞു, ഒരു യാഗപീഠം പണിഞ്ഞു. പിന്നെ അത് ആലയമായി പുതുക്കി പണിഞ്ഞു. പിന്നെ നെഹമ്യായുടെ കാലഘട്ടത്തിൽ അവർ പട്ടണത്തെയും പുതുക്കി പണിഞ്ഞു, അല്ലേ, മതിലൊക്കെ കെട്ടി. അങ്ങനെ ആലയം പണിഞ്ഞിട്ട് ഒരു 70 വർഷത്തോളമായി. പട്ടണവും ഈ മതിലൊക്കെ പണിഞ്ഞിട്ട് ഏതാണ്ട് 30-40 വർഷത്തോളമായി. അവരുടെ അപ്പൂപ്പൻ്റെ കാലത്തെങ്ങാണ്ട് സംഭവിച്ച കാര്യമാണ്. അപ്പം ഈ ജനം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന ജനമാണ്. ഇവർക്കിതൊക്കെ ചരിത്രമാണ്. എന്നാൽ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി നടന്ന സമയത്ത് പ്രവചിച്ച കുറേ പ്രവാചകന്മാരുണ്ട്, അല്ലേ, ഹഗായി, സക്കറിയ. ഇവരൊക്കെ പ്രവചിച്ചതുപോലെ അങ്ങനെ വലിയ യഥാസ്ഥാപനമൊന്നും സംഭവിച്ചില്ല, അല്ലേ. അവരങ്ങനെ ആയിരുന്നു. അയ്യോ, 2-ാം ആലയത്തിൻ്റെ മഹത്വം ഉണ്ടല്ലോ, മറ്റേ ആലയത്തിൻ്റെക്കാളും ഇരട്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ വലിയ പുതുക്കി പണിഞ്ഞപ്പോൾ ആലയം അത്ര വലിയ മഹത്വമുള്ളതൊന്നും അല്ലല്ലോ, അല്ലേ. അപ്പോൾ ഇനിയും എന്തോ വലിയ ആലയം വരാനിരിക്കുന്നു, ഇനിയും എന്തോ പ്രവൃത്തിയുണ്ട്, അതിനുവേണ്ടി ഇനി കാത്തിരിക്കാം. പക്ഷെ 100 വർഷമൊക്കെ ആയി, അല്ലേ. നമ്മുടെ നാട്ടിലെ വേർപാട് സഭകളും ബന്ധുക്കോ സഭകളും ഒക്കെ തുടങ്ങിയിട്ട് 100 വർഷമായി. അന്നത്തെ പോലെയാണോ ഇന്ന്? തീ പോയിട്ട് തീപ്പെട്ടി പോലും ഇല്ല ഈ സഭകളിൽ, അല്ലേ. ചത്തു, അല്ലേ. ഞാനിപ്പോൾ ഈ ദിവസങ്ങളൊക്കെ പല പാസ്റ്റർമാരും പറയുന്നത്, അയ്യോ മറ്റേ നാമധേയ സഭക്കാരും ഈ സമുദായ പള്ളിക്കാരും ഒക്കെ ഒരു 2000 വർഷം എടുത്തിട്ടേ അവർ ചീത്തയായുള്ളൂ, നമ്മളൊക്കെ 100 വർഷം കൊണ്ട് തന്നെ വഴിവഴച്ചു പോയത് എന്ന് പറഞ്ഞവർ 100 വർഷം കഴിഞ്ഞപ്പം സ്ഥിതിയൊക്കെ അങ്ങ് മാറി. അപ്പോൾ അവർ ഈ കൂട്ടരാണ് വർഷങ്ങളായിട്ട് കാത്തിരുന്നു. അങ്ങനെ പറയുന്ന പോലെ ദൈവം ഒന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ദൈവത്തെ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറയുമോ, അങ്ങനെ വരുമ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കർത്താവ് മടങ്ങി വരുന്നു. കുറേ നാളായല്ലോ ഈ പറയാൻ തുടങ്ങിയിട്ട്, 2000 വർഷമായല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് സെറ്റിൽ ചെയ്യാം, അല്ലേ. എത്ര പേരാണ് 2-ാം വരവിനെ ചൊല്ലി ജീവിക്കുന്നവർ? എത്ര പേരുണ്ട്, അല്ലേ. വലിയ സമ്പത്തും വീടും ഒക്കെ എന്തിനാണ് വെക്കുന്നത്? 2-ാം വരവിൽ പോകാനുള്ള അല്ലയോ എന്ന് പറഞ്ഞ് വീടൊക്കെ വെക്കാത്തവരുണ്ടോ? പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു, അല്ലേ. 1-ാം നൂറ്റാണ്ടിലെ സഭ അവർ പറഞ്ഞു നമുക്കൊന്നും വേണ്ട, എന്ത് പോകാനിരിക്കുക ഞങ്ങൾ, അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ കാനഡയിൽ പോകാനിരിക്കുന്ന ഒരുത്തിനോട് പറയുകയാണ്, എടാ അവിടെ വേണ്ട 10 സെൻറ്റ് സ്ഥലമുണ്ട്, വാങ്ങിച്ചിട്ടേര്. എന്തിനാ ചേട്ടാ, ഞാൻ പോവുക, അല്ലേ. ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഉള്ളതും കൂടെ കഴിഞ്ഞാൽ വിറ്റേച്ച് പോകാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ എൻ്റെ അമ്മയും അപ്പനെയും കൂടെ ഒന്ന് വിറ്റ് കിട്ടിയാൽ എനിക്ക് അങ്ങ് സുഖമായിട്ട് പോകാം. ഇതല്ലേ കേരളത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു,
കന്നം തെരുവ് പിടിച്ച പിള്ളേർ അല്ലേ. സ്വന്തം അപ്പനെയും ഇന്നലെയും കൂടെ ഞാൻ ഒരു വീട്ടിൽ പോയി അങ്ങനത്തെ ഒരു വഴക്ക് തീർത്തതേ ഉള്ളൂ. അപ്പനെയും അമ്മയൊന്നും നോക്കാൻ വയ്യ, കാനഡയെ പോകണം, അവിടെ ഇരിക്കുകയല്ലേ. പാശ്ചാത്യ നാടുകളെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ പ്രസംഗമൊക്കെ മാറും. അതിനെതിരെ പ്രസംഗിക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം ശൈലിയും കൂടെ ആയതുകൊണ്ട് ഞാൻ വിടുക അത്. അപ്പോൾ എന്ത് പറ്റും, സെറ്റിൽ ചെയ്യും. അങ്ങനെ ഈ തിരിച്ചു വന്ന ചിതറിപ്പാർത്തിട്ട് തിരിച്ചു വന്ന ഈ ജനം ഇപ്പോൾ മറ്റുള്ളവരെ പോലൊക്കെ തന്നെ ഒരു സ്ഥിരം ഒരു സാധാരണ മതപരമായ ഒരു വിഭാഗമായിട്ട് അധപ്പതിച്ച് നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അല്ലാതെ അവർ കർത്താവിൻ്റെ അടുത്ത പരിപാടി എന്താണ്, പുതുക്കി പണിഞ്ഞു, ആലയം കഴിഞ്ഞു, പട്ടണം കഴിഞ്ഞു, ഇനി കർത്താവെ പഴയതുപോലെ എപ്പോഴാ നീ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നേ, പഴയ പോലെ എപ്പോഴാ, മഷിക എപ്പോഴാ വരുന്നേ, ഇതൊന്നുമില്ല, മഷിക ഒന്നും വന്നൊന്നുമില്ല അല്ലേ. ഇപ്പം ക്രിസ്ത്യാനികൾ തന്നെ 2000 വർഷമായിട്ടും കർത്താവൊന്നും വന്നില്ല, ഇനിയിപ്പോൾ എന്തോ ഇനിയൊന്നുമില്ല, നമുക്ക് മറ്റുള്ളവരെ പോലെ വീട് വെച്ചും പിള്ളേരെ വളർത്തിയും സമ്പാദിച്ചും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാം, പിന്നെ ഞായറാഴ്ച പള്ളിയും കൂടെ പോവാം. അങ്ങനൊരു മതപരമായ മരിച്ച് സ്വന്തം ആത്മീയതയൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ചതിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ. അതുകൊണ്ടാണ് ഈ മലാക്കി പ്രവചനം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഓരോ ഭാഗങ്ങളിലും കർത്താവ് ഒരു കാര്യം പറയും, ഇവർ പറയുന്നു അതെപ്പോ അല്ലേ, ആത്മീയമായിട്ട് കുരുടന്മാരാണ് അല്ലേ. നിങ്ങൾ എന്നെ എന്താ പറയുക ബഹുമാനിക്കുന്നില്ല, അയ്യോ ഞങ്ങളോ അല്ലേ. നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരാളോട് എഴുന്നേക്കടാന്ന് പറയുമ്പോൾ എന്നെയാണോ ബാക്കിലിരിക്കുന്നതിനാണോ എന്ന് പറഞ്ഞു, ഞങ്ങളോ, ഈ എല്ലാ ആഴ്ചയും പോയി എല്ലാ ദിവസവും പോയി യാഗം കഴിക്കുന്ന ഞങ്ങളോ, എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പോയി ആരാധിക്കുന്ന ഞങ്ങളോടാണോ ഈ പറയുന്നത്, ഞങ്ങൾ ബഹുമാനിക്കും, ഞങ്ങൾ വേർപാടുകാരാ അല്ലേ, ഞങ്ങൾ ഈ സമുദായ പള്ളിയിലൊന്നും പോകുന്നവരൊന്നും, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, ഞങ്ങളോടാണോ ഈ കർത്താവ് പറയുന്നത്? കർത്താവിന് വല്ല തെറ്റ് പറ്റിയോ ഇനി? റോങ് നമ്പർ ഫോണിന് വിളിച്ചത് തെറ്റിപ്പോയി ആണോ? അത് ഇവരിത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം, എല്ലാ വിഷയവും ഞങ്ങൾ എങ്ങനെ എവിടെ കൂടെ എന്ത് ഒരു ബോധവും ഇല്ല. അതാണ് ഈ പ്രവാചകനെ അയച്ചിരിക്കുന്നത്. ഇതാണ് ശരിയായ പ്രവാചകൻ, ഇന്നത്തെ മറ്റേ പ്രവാചകനല്ല കേട്ടോ. ഇതാണ് പ്രവാചകൻ. മറഞ്ഞിരിക്കുന്ന പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കണം. നീയാണ് ആ മനുഷ്യൻ, ദാവീദിനോട് പറഞ്ഞു പോലെ, നീയാണ് ആ മനുഷ്യൻ, നീ പാപം ചെയ്തിട്ടിരിക്കുക, നീ ആള് ചമഞ്ഞിരിക്കുക, നീയാണ് ആ പാപം ചെയ്തവൻ, ഇതാണ് നിന്റെ പാപം. ഇത് മറഞ്ഞിരിക്കുന്നതിനെ തുറന്നു കാട്ടുന്നവനാണ് പ്രവാചകൻ. അങ്ങനെ ഉറങ്ങിക്കിടന്ന ജനത്തെ ഉണർത്തുവാനായിട്ടാണ് മലാക്കിയെ ദൈവം അയച്ചത്. അതിൽ ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വിഷയമാണ് ഇന്ന് നമ്മൾ വായിച്ച ഈ വേദഭാഗം. എന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് മകൻ അപ്പനെ ബഹുമാനിക്കണമെന്നറിയാം അല്ലേ. ഒരു യജമാനനോട് വ്യക്തികൾ ബഹുമാനം കാണിക്കണമെന്നറിയാം. പക്ഷേ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു, എന്നോടുള്ള ബഹുമാനം, എന്നോടുള്ള ഭക്തി എവിടെ? ഇവിടെ ഏറ്റവും എനിക്ക് പ്രത്യേകിച്ച് വായിച്ചപ്പോൾ തോന്നിയൊരു അതിശയം, എന്നെ തുച്ഛീകരിക്കുന്ന ജനമെന്നല്ല പറഞ്ഞു, എന്നെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാർ, മുഴുവൻ സമയവും ആലയത്തിൽ കിടക്കുന്നവന്മാർ. അവരോട് തന്നെ ആ ചോദ്യം. അല്ല, സാധാരണ ജനമല്ല. പുരോഹിതന്മാരിങ്ങനെയാണ്, പിന്നെ സാധാരണ ജനം പോക്കായിരിക്കും. പക്ഷെ കർത്താവ് സാധാരണ ജനത്തോടല്ല, എപ്പോഴും കർത്താവിൻ്റെ ധൂപവും കത്തിച്ച് യാഗവും കത്തിച്ച് പൂർണ്ണസമയ ശുശ്രൂഷകനാണ് എന്ന് പറഞ്ഞ് ജാടയെ നടക്കുന്ന പുരോഹിതനാണ് വിചാരിക്കുന്നത്. നീ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുകയാണല്ലോ. ഞങ്ങളോ അല്ലേ? എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം? പ്രശ്നം ആരാധന അല്ലേ. അയ്യോ, ഞങ്ങൾ എവിടെ ഞങ്ങൾ നിന്നെ തുച്ഛീകരിക്കുന്നു എന്ന് 6-ാം വാക്യത്തിൻ്റെ അവസാനം ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൻ്റെ മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. അയ്യോ, കർത്താവിൻ്റെ സ്കാൻ റിപ്പോർട്ട് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കത്തിച്ച് മേളിലോട്ട് വിടുകയാണല്ലോ. സൗരഭ്യ യാഗം കർത്താവെ പ്രസാദിച്ചാലും അല്ലേ, ഒരു സൗരഭ്യവും ഇല്ല. മലിനഭോജനം അല്ലേ. ഭോജനം എന്താണ്? ആഹാരം. മാലിന്യം കൊണ്ട് എന്നെ കഴിപ്പിക്കുന്നോടാന്ന്. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ യാഗങ്ങൾ. അപ്പോൾ വചനപ്രകാരം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ലേവ്യന്മാരും പുരോഹിതന്മാരും അതങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, മോശയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം പാലിച്ച് ദൈവശാസ്ത്രം എല്ലാം കറക്റ്റായിട്ട് പാലിച്ച് കൊണ്ട് കൊടുക്കുന്ന യാഗത്തിന് കർത്താവ് പറയണം മലിനം മലിനം മലിനം. അയ്യോ അല്ലേ. അല്ലേ, കടുപ്പിടുത്തമൊക്കെ പിടിച്ച് അവർ ചെയ്തിട്ട് ഒരു ഗുണമില്ല. എന്താ കാരണം? അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ എങ്ങനെ മലിനമാക്കി? അപ്പോൾ കർത്താവ് പറയാണ്, മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നു. അയ്യോ അല്ലേ. യാഗപീഠം അത്ര വലിയ ബഹുമാനമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്തെങ്കിലും ഒരു ഇറച്ചിയിട്ടൊന്ന് കത്തിക്കണം, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അവരെന്താ ഇവിടെ ചെയ്യുന്നത്? അവർ തുച്ഛീകരിക്കുകയാണ്. ദൈവിക ആരാധന, അവിടെ പോയി ഇരിക്കണം, ഒരു പാട്ട് പാടണം,
പിന്നെ ആരെങ്കിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൈയടിക്കണം, പിന്നെ ഒരുത്തം പ്രസംഗിക്കും, അപ്പോൾ ഉറങ്ങണം, പിന്നെ എഴുന്നേറ്റ് അങ്ങ് പോകണം. അതല്ലേ എത്ര പേര് നമ്മൾ ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ ഭയഭക്തിയോടെ, അയ്യോ നമ്മൾ ഒരു കൂസലും കൂടാതെ പോകാൻ പാടില്ല കേട്ടോ, ഒരുങ്ങിപ്പോണം കേട്ടോ. നമ്മളങ്ങനെ വന്നോ? പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ പോകുന്ന ഇങ്ങനെയാണോ? ഈ ആരാധനയ്ക്ക് പോകുന്ന കൂസലുമില്ല, എന്തെങ്കിലും കാണിച്ചു വരാം, അങ്ങനെയുള്ളവൻ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തോറ്റിരിക്കുന്നവനായിരിക്കും അല്ലേ. ആരാധനയ്ക്ക് വരുന്നതും യുദ്ധം ചെയ്യാൻ പോകുന്നതും പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നതും എല്ലാം ഒരുപോലെയാണോ? വളരെ ഒരുക്കത്തോടെ ഭയഭക്തിയോടെ, അയ്യോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പ്രശ്നമാണ് കേട്ടോ, നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന രീതിയിലാണ് നമ്മൾ ആരാധനയ്ക്ക് എങ്ങനെ വരുന്നത്. സൺഡേ ഇന്ന് പോകുമ്പോൾ മറ്റേ ഫ്രണ്ടിനെ കാണാം, ഇന്നലത്തെ സിനിമ കണ്ടോന്ന് ചോദിക്കും, ഇങ്ങനല്ലേ ഒരു കൂസലും ഇല്ലാതെ കയറി വരും അല്ലേ. ഇവിടുത്തെ കാര്യമല്ലേ പറയും, പൊതുവായിട്ടുള്ള കാര്യം പറയുന്നത്, ചുമ്മാ കയറി വരും. പിന്നെ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ നിൽക്കണം, ഇതാണോ ഇത്ര വലിയ കാര്യം അല്ലേ. പല സഭകളിലും ആളുകളൊക്കെ മുമ്പിൽ നിന്ന് പാടിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട അല്ലേ. ഒരു പെർഫോമൻസ് അല്ലേ, നിശാഗന്ധി സ്റ്റേഡിയത്തിൽ അവിടെ കൂടിയാട്ടം, അത് കാണാൻ പോകാൻ എന്തോ ഇത്ര വലിയ ഒരുക്കമൊന്നുമില്ല, പോയിരുന്നെങ്കിൽ കാണണം, കപ്പലണ്ടിയൊക്കെ തിന്നുകൊണ്ടേ കൊള്ളാല്ലേ എന്ന് പറയണം, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലാഘവത്തിലാണ് പലരും സഭയിൽ കയറി വരുന്നത്. ആരെങ്കിലുമൊക്കെ നിന്ന് പാടുമ്പം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന കൊള്ളാം, ആ ഗിറ്റാർ കൊള്ളാം അല്ലേ, പിടിച്ചിരിക്കുന്ന സ്കെയിൽ കൊള്ളാം, ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ ആരാധന. ഇതാണ് ഇവരും ചെയ്തുകൊണ്ടിരുന്നത്. അത്ര വലിയ കടുംപിടുത്തമൊന്നും വേണ്ടെന്നേ. യാഗപീഠം അത്ര വലിയ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യാഗപീഠം ബഹുമാനിക്കട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ കർത്താവ് അതെങ്ങനെ വ്യാഖ്യാനിച്ചെന്നറിയോ? ഇവന്മാർ പറയുന്നത് യാഗപീഠം നിന്ദ്യമാണെന്ന്. വിശുദ്ധമായതിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ വിശുദ്ധമായതിനെ നിന്ദിച്ചു എന്നാണ്. അല്ലാതെ നിങ്ങൾ അതിന് പുറത്ത് കൂസലില്ലാതെ കടന്നു വന്നു, വില കൊടുത്തില്ല, ഞാൻ പറഞ്ഞ വാക്കുകളൊന്നുമല്ല. കർത്താവ് പറയുന്നത് നിങ്ങൾ അതിനെ നിന്ദ്യമെന്ന് വിളിച്ചു. കണ്ടോ? കർത്താവിനെ ബഹുമാനിച്ചില്ലേ കർത്താവിനെ അപമാനിക്കുന്നതിന് തുല്യവും. ഒരുപാട് വാക്യങ്ങളുണ്ട് വചനത്തിൽ അല്ലേ. യഹോവയുടെ വഴിയിൽ നീതിമാൻ നടക്കുന്നു, എന്നാൽ വക്രതയുള്ളവൻ യഹോവയുടെ വഴികളെ പുച്ഛിക്കുന്നു അല്ലേ. മലയാളത്തിൽ ഒരല്പം വ്യത്യാസമാണ്, അവൻ്റെ വഴികളെ, അവൻ ആരാണെന്ന് മനസ്സിലാക്കണേ കുറച്ച് പാടുപെടും. ഇംഗ്ലീഷ് വളരെ വ്യക്തമാണ്. വക്രതയോടെ നടക്കുന്നവൻ യഹോവയുടെ വഴികളെ പുച്ഛിക്കുന്നു. എന്തായി വക്രത? വക്രത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുപോകുന്നവൻ അല്ലേ, നേരായ വഴിയിൽ നടക്കാത്തവൻ. അപ്പോൾ കണ്ടോ, അവൻ നടന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അതിൽ നിന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് നിനക്ക് എന്നോടൊരു വിലയില്ല, ബഹുമാനമില്ല അല്ലേ. നമ്മൾ അപ്പന്മാർക്കറിയാമല്ലോ, അപ്പന്മാരെ മക്കളോട് പറയണം, മക്കളെ ഇത് ചെയ്യണം, അയ്യോ അത് ഞാൻ ചെയ്തില്ല അപ്പം മറന്നുപോയി. നീ മറന്നുപോയോണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയുമോ? എടാ ഞാൻ പറഞ്ഞ വാക്കിനപ്പോൾ ഒരു വിലയില്ലല്ലേ. അപ്പം അതെവിടുന്ന് വായിച്ചെടുത്തു? അതാണ് അതിൻ്റെ അർത്ഥം. അധികാരി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അധികാരിയോട് നിന്നയാണ് കാണിച്ചത്. അപ്പം ഇവര് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നേ, എന്തെങ്കിലും ഒരു മാംസം എടുത്ത് വെച്ചാൽ മതി. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ മുടന്തും ദീനമുള്ളതും ഒക്കെ അർപ്പിച്ചാൽ അത് ദോഷമല്ല എന്ന് പറയുന്നു അല്ലേ. കണ്ണു പൊട്ടിയതിനെയും ഒക്കെ അവര് അല്ലേ കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു മൃഗം മതി, അതിപ്പോൾ കണ്ണ് കാണാത്തതൊന്നും കുഴപ്പമില്ലെന്നേ. നിങ്ങളുടെ വീട്ടിൽ നല്ല 4 ലിറ്റർ പാല് തരുന്ന പശുവിനെ ഒന്നും കൊണ്ടുവരരുത് കേട്ടോ. കാലൊടിഞ്ഞതിനൊക്കെ ഇങ്ങ് കൊണ്ടുവരേ. അങ്ങനെ തൊഴുത്തി കൊള്ളാത്തതിനൊക്കെ കൊണ്ട് തള്ളാനുള്ള സ്ഥലമായി യാഗപീഠം അല്ലേ. അതാ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലായി. ആരാധനയ്ക്കൊരു വിലയും കൊടുക്കാത്ത ജനമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോഴാ കർത്താവ് ചോദിക്കുന്നത്, നീ പോയി നിന്റെ ദേശാധിപതിക്ക് ഇത് കൊടുക്കൂ അല്ലേ. പലരും സമയത്തിന് ഡെന്റിസ്റ്റിനെ കാണാൻ പോവും, സമയത്തിന് ഡോക്ടറെ കാണാൻ പോവും, പരീക്ഷയ്ക്ക് സമയത്തിന് ചെല്ലും, സിനിമയ്ക്കും സമയത്തിന് ചെല്ലും, സഭായോഗത്തിന് 15 മിനിറ്റ് ലേറ്റേ വരുള്ളൂ. അതെ, സോറി ബ്രദറെ, കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേക്കാൻ താമസിച്ചു. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴൊന്നും സമയത്തിൽ ഒരു കുഴപ്പമില്ലല്ലോ, സമയത്തിന് എത്തുമല്ലോ. അതെന്താണ് അപ്പോൾ പ്രശ്നം? ഉള്ളിലിരിപ്പിലാണ് പ്രശ്നം. സഭായോഗത്തിന് നിരങ്ങി 1.5 മണിക്കൂർ കഴിഞ്ഞും വരാം, അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നേ. നേരത്തെ പറഞ്ഞതുപോലെ പാപത്തിന് അനന്തരഫലങ്ങളൊന്നുമില്ല. കർത്താവ് ക്രൂശിൽ മരിച്ചു. അത് വേറെ ഏതോ സുവിശേഷം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇല്ലാത്ത ഏതോ സുവിശേഷം, മനുഷ്യരുണ്ടാക്കിയ സുവിശേഷം. അനന്തരഫലങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവിനെ തുച്ഛീകരിക്കരുത്. അപ്പോൾ പറയാണ്, നിങ്ങൾ ന്യായാധിപന്മാർക്ക് ഇതൊന്നും കൊടുക്കത്തില്ലല്ലോ അല്ലേ. അപ്പം ലോകത്തിലുള്ളവരെ ബഹുമാനിക്കാൻ അറിയാം. അപ്പോൾ ബഹുമാനിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമല്ല, മനസ്സില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെയാണ് ദൈവഭയമില്ലാത്തതിൻ്റെ വിഷയം കടന്നു വരുന്നത് അല്ലേ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് പ്രവാചകൻ ഒരു പ്രബോധനം കൊടുക്കുകയാണ്. 9-ാം വാക്യം, ദൈവം നമ്മളോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവീൻ. അയ്യോ, കൃപ ലഭിക്കണേ ദൈവപ്രസാദമൊക്കെ വേണോ അല്ലേ.
അതൊക്കെയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ദൈവം ചുമ്മാ നമ്മൾ വചനം വിശ്വസിക്കുന്നുണ്ട്, കർത്താവെ ഒരു ദൈവശാസ്ത്രത്തിന് പരീക്ഷ ഇട്ടാൽ ഞാൻ പാസ്സാവുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശുദ്ധിയും വേർപാടും ഉള്ളിൽ നിന്നുള്ള ആ പ്രതികരണവും നോക്കുന്നവനാണ് കർത്താവ്. നേരത്തെ നമ്മൾ വായിച്ചില്ലേ, ദൈവഭയത്തിൽ ഒരു ഭക്തന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതികരണം, അത് വിശ്വാസമാകട്ടെ, വിധേയത്വമാകട്ടെ, ദോഷം വിട്ടകലുന്നതാകട്ടെ, അതെല്ലാം നോക്കുന്നവനാണ് കർത്താവ്. അങ്ങനെ കർത്താവിന് പ്രസാദം തോന്നുമാറാകുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ ജീവിതമെന്ന് പ്രവാചകൻ ഇവിടെ അങ്ങോട്ട് ചോദിക്കുന്നു. എന്നിട്ട് ക്ഷമ കെട്ടിട്ട് 10-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങളിങ്ങനെ ചുമ്മാ യാഗപ്പെടുത്തി തീ കത്തിക്കാതിരിക്കുന്നതിന് ഏതെങ്കിലും ഒരു വിവേകമുള്ളവൻ വന്ന് ആ വാതിലങ്ങ് അടച്ചു കളഞ്ഞിരുന്നു. ഗതികെട്ടിട്ട് കർത്താവ് പറയും, 2000 വർഷമായി സഭയുടെ ആരാധന, ആരെങ്കിലും ഒരു കോവിഡ് അയച്ചങ്ങ് പൂട്ടിച്ചെങ്കിൽ ഇതിനെ, അല്ലേ? കുറേ നാൾ പിന്നെ ആരാധനയില്ലായിരുന്നു, ദൈവത്തിന് വളരെ സന്തോഷമായി. ഈ കള്ള ആരാധനയെല്ലാം തീർന്നു. പിന്നെ ആരാധനയ്ക്ക് പോയിട്ട് എത്ര നാളായി, അല്ലേ? ചിലരെ കൊതിക്കാൻ തുടങ്ങി. പണ്ട് അടുത്ത ആഴ്ച വരാൻ ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാ, അല്ലേ? കർത്താവ് ആരാധന നിർത്തി എന്ന് പറഞ്ഞാൽ ഇവരോട് പറയും, ഈ കോപ്രായം കാണിക്കുന്നതിന് പകരം ഈ ആരാധനയൊന്നും നിർത്തിയെങ്കിൽ ആരെങ്കിലും. അതുപോലെ കർത്താവ് പറയുക, അല്ലേ? ഇവിടെ എന്തെങ്കിലും മ്ലേച്ഛ കാര്യങ്ങളോ സിനിമ കാണുകയല്ല അവരോട് ഇരുന്നുകൊണ്ട് ആലയത്തിനകത്ത്. യാഗപീഠത്തിൽ അവർ കർത്താവിനോട് യാഗം കൊടുത്ത് അവർ പറയുകയാണ്, കർത്താവേ നിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ, ഈ ബലിയാട് നോക്കി നീ ഞങ്ങളോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? കർത്താവ് പറയും, ഇതൊന്നും നിർത്തിയെങ്കിൽ ആരെങ്കിലും. ഗതികെട്ടു, അല്ലേ? അതായത് നിങ്ങൾ ആരാധിക്കാതെ ഇരിക്കുന്നതാണ് എനിക്ക് അതിലും നല്ലത്, അല്ലേ? ഇങ്ങനെയുള്ള കൂട്ടർ ആരാധിക്കാതിരുന്നാൽ കുറച്ചെങ്കിലും പ്രസാദം ദൈവത്തിന് തോന്നുമെന്ന്. ഇത്ര ഗതികെട്ട ആരാധനയായിരുന്നു ഈ ആരാധന, അല്ലേ? ദൈവത്തിൻ്റെ യാഗപീഠത്തിന് വില കൊടുക്കാതെ അതിനെ നിന്ദ്യമെന്ന് എഴുതി തോന്നിയ പോലെ ആരാധിച്ചവരുടെ ആരാധനയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങളൊന്നും ആരാധിക്കാതെ ഇരുന്നെങ്കിൽ ഞായറാഴ്ച എനിക്കൊരു ഇച്ചിരി സമാധാനം കിട്ടുമായിരുന്നു. അത്രയ്ക്ക് പരിതാപം പിടിച്ച ആരാധന, അല്ലേ? എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല. എത്ര കിടന്ന് പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്ക് പ്രസാദമില്ലാത്ത ജനത്തിൻ്റെ ആരാധന എനിക്ക് വേണ്ട. അല്ല, നിങ്ങളെല്ലാവരും കേട്ടോ, ദൈവത്തിന് പ്രസാദമില്ലാത്ത ജനത്തിൻ്റെ പാട്ടും പ്രാർത്ഥനയൊന്നും ദൈവത്തിന് വേണ്ട. അത് ഹൃദയത്തിൽ നിന്നുള്ള വിശുദ്ധമായ നിർവ്യാജമായ ആരാധനയല്ല. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഭർത്താവ് എന്നും മദ്യപിച്ച് ഭാര്യയെ എടുത്തിട്ട് തൊഴി, എല്ലാ ദിവസവും കലാപരിപാടി. പക്ഷെ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് പുള്ളി കുളിച്ച് റെഡിയായി ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഭാര്യയുടെ മുമ്പിൽ വന്നിട്ട് പാട്ട്, നീയാണ് എൻ്റെ പ്രിയ, നിന്നെ പോലെ ആരിയ്ക്കുന്നു, നിന്നെ സ്തുതിച്ച് ഞാൻ 1000 സ്തോത്രങ്ങൾ പാടും. ഭാര്യയ്ക്ക് വല്ലതും തോന്നുമോ? നമ്മൾ കർത്താവിനോട് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നു. തിങ്കൾ മുതൽ ശനി വരെ കർത്താവിന് തൃണവൽക്കരിച്ചിട്ട് ഞായറാഴ്ച വന്നിട്ട് 1000 നാവുകളാൽ ഞാൻ നിന്നെ സ്തുതിക്കും എന്നൊക്കെ പറഞ്ഞ കർത്താവ് ആരുടെ അത് പാടണത്? ഇവൻ തന്നെ, അല്ലേ? ഇതൊക്കെ വ്യാജമല്ലേ? അപ്പം കർത്താവിന് പ്രസാദമില്ലാത്ത ജനത്തിൻ്റെ പാട്ടും പ്രാർത്ഥനയും കർത്താവിന് വേണ്ട. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ നിന്ന് ഒരു വഴിപാടും സ്വീകരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ആദ്യം മാറ്റ്, എന്നോടുള്ള നിങ്ങളുടെ ബഹുമാനത്തിന് മാറ്റം വരട്ടെ, എന്നിട്ടാവാം പാട്ടും പ്രാർത്ഥനയും യാഗവും പിന്നെ കലാപരിപാടികളെല്ലാം. ഈ വെറും മതപരമായ ചടങ്ങിൽ കർത്താവിന് ഒരു താല്പര്യവും ഇല്ല. പലപ്പോഴും ചില യൗവനക്കാരോട് പറയുന്നില്ല, പല സഭകളിലെയും ഈ ചർച്ച യോഗങ്ങളിൽ ബോറടിച്ചിരിക്കുകയാണ് യൗവനക്കാർ. ഞാൻ അവരോട് പറയും, ദൈവവും ബോറടിച്ചിരിക്കുക നിങ്ങളുടെ കൂടെ, മഹാബോർ നിങ്ങളുടെ പരിപാടി, അല്ലേ? എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, ഒന്ന് നിർത്തിയെങ്കിൽ ഞാൻ നിങ്ങളെ ഇതൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. അതിനുശേഷം കർത്താവ് ഒരു പ്രവചനമാണ് പറയുന്നത്, 11-ാം വാക്യം. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് തെറ്റിപ്പോയി. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലുതായിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനല്ല, വലുതാകും എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് ഇംഗ്ലീഷിലൊക്കെ കറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തത്, ലോർഡ്സ് നെയിം വിൽ ബി ഗ്ലോറിഫൈഡ്. അത് കർത്താവ് പുതിയ നിയമത്തിലും കർത്താവിൻ്റെ സഭയുടെ സുവിശേഷീകരണത്തിലൂടെയും ലോകം മുഴുവൻ തൻ്റെ നാമം ചെന്നെത്തുന്നതും പിന്നെ ആത്യന്തികമായിട്ട് കർത്താവിൻ്റെ മടങ്ങി വരവും അക്ഷരീകമായ സ്വർഗരാജ്യത്തിൽ, അല്ലെ, ആ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ഭൂമിയിൽ മുഴുവൻ കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ടും കർത്താവിൻ്റെ മഹത്വം കൊണ്ടും നിറയുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ ജാതികളും എന്നെ ആരാധിക്കുന്ന ഒരു കാലം കടന്നു വരും. അല്ലാതെ നിങ്ങൾ ആരാധന നിർത്തുക എന്ന് പറയുമ്പോൾ ആരാധന നിന്നൊന്നും പോകാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ നാമത്തെ മഹത്വീകരിക്കും, ജാതികളുടെ ഇടയിൽ വലുതാകും. ഇതെല്ലാം ഭാവിയിലാണ് കർത്താവ് പറയുന്നത്. പക്ഷെ നിങ്ങളോ, 12-ാം വാക്യം,
യഹോവയുടെ മേശ മലിനമാക്കിയിരിക്കുന്നു, അവൻ്റെ ഭോജനമായ അതിൻ്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. ലോകം മുഴുവൻ, എല്ലാ രാജ്യത്തും, എല്ലാ വ്യക്തികളാലും, എല്ലാ അതരങ്ങളാലും വിശുദ്ധ ആരാധന അർപ്പിക്കേണ്ട ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്നു. അപ്പം കണ്ടോ, അതാണ് അവരുടെ പാപം. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചേർന്നു. ഓ, ഈ കാലൊടിയാത്തതിനെയും കണ്ണു പൊട്ടാത്ത ഈ ആടിനെയും ഈ പശുവിനൊക്കെ ഇനി ആര് കൊണ്ടുവരാൻ? അതൊക്കെ മെനക്കേടാ. എന്തെങ്കിലും ഒരെണ്ണം മതി. സൗകര്യപൂർവം വചനം വളച്ചൊടിച്ചു, അല്ലേ? കർത്താവ് ഒരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ സൗകര്യപൂർവ്വം നിങ്ങളുടെ സമ്പ്രദായങ്ങൾ പാലിക്കാൻ വേണ്ടി ദൈവവചനം തള്ളിക്കളഞ്ഞു, നന്നായി തള്ളിക്കളഞ്ഞു. പലപ്പോഴും എന്താ പ്രശ്നം? സൗകര്യം, അല്ലേ? അതുകൊണ്ട് ഇവിടെ പറയും എന്തൊരു പ്രയാസമാണ്, അല്ലേ? ചില സഭകളിൽ പോയിട്ട് വചനപ്രകാരം ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രയാസമാണ്, അല്ലേ? ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആരാധനയിൽ വളരെ സമാധാനം തോന്നി. ഞാൻ ചില ഈ പോകുന്ന ഗ്രാമീണ ശുശ്രൂഷയിൽ ആരാധന സമയത്ത് എനിക്ക് വെപ്രാളം വരും, എനിക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഒരുത്തം കീബോർഡിൽ കിടന്നിട്ട് അവൻ കേൾക്കാത്ത ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് അങ്ങനെ കിടന്നുകൊണ്ട് അങ്ങോട്ട് ഞെക്കി പൊളിക്കാൻ നോക്കുകയാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെല്ലാം വ്യക്തിപരമായ അനുഭൂതി കൊണ്ട് ഏതോ സ്വർഗത്തിൽ പോയി അന്യഭാഷയുടെ ബഹളത്തിൽ നിൽക്കുകയാണ്. ഒരു ലോകത്തുള്ള എല്ലാ ഭാഷയും അവിടെ കേൾക്കാം, അല്ലേ? അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്, ഇതല്ല വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷ സംസാരിക്കുകയാണ്, ഉച്ചത്തിൽ സംസാരിക്കുകയാണ്, ഫ്രണ്ടിൽ വന്ന് വ്യാഖ്യാനിക്കണം. ഇല്ലെങ്കിൽ നീയും ദൈവം മാത്രം കേൾക്കുന്ന വോളിയത്തിൽ മാത്രമേ പറയാവുള്ളൂ. അതൊക്കെ വലിയ പ്രയാസമാണ്. അതൊക്കെ വലിയ പ്രയാസം എന്ന് പറഞ്ഞ് എൻ്റെ വചനമല്ല മാറ്റിവെച്ചത്, ദൈവത്തിൻ്റെ വചനമാണ്, അല്ലേ? അങ്ങനെ ആരാധനയിൽ നിഷ്കർഷിച്ചിരുന്ന കാര്യമൊക്കെ വലിയ പ്രയാസമാണെന്ന് പറഞ്ഞ് ഇവരും അങ്ങ് മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തെ ബഹുമാനിച്ചില്ല. ഇങ്ങനെ എന്തെങ്കിലും തോന്നിയത് നിങ്ങളുടെ സൗകര്യപൂർവ്വം എനിക്ക് അർപ്പിച്ചാൽ, 13 അവസാനം പറഞ്ഞ, അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അംഗീകരിക്കയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? എന്നിട്ട് ഒരുത്തിന് ആട്ടിൻകൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കെ, അതാണ് കർത്താവ് നിഷ്കർഷിച്ചിരുന്നത്, അല്ലേ? ഉണ്ടായിരിക്കെ ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കാൻ കൊടുത്തു. അതായത് കർത്താവ് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് ഉണ്ടായിട്ട് അതങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല, അല്ലേ? ഏറ്റവും നല്ലതൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തോ വെച്ച് ജീവിക്കും, അല്ലേ? അതിൻ്റെ പാലൊക്കെ വെച്ചും അതിൻ്റെ മാംസമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യും, അപ്പുറത്തൊരു തള്ള കിടപ്പുണ്ട്, തള്ള ആടോ എന്തോ, അത് കാലൊക്കെ കുടിഞ്ഞു കുഴപ്പങ്ങളൊക്കെ ഉള്ളു, അതെടുത്ത് കർത്താവിന് കൊടുത്തേരെ, അല്ലേ? ചില മാതാപിതാക്കളുണ്ട്, മൂത്തവൻ എൻജിനീയറായി, ഇളയവൻ ഡോക്ടറായി, മൂന്നാമത്തന് അവൻ പഠിക്കാനൊന്നും കൊള്ളത്തില്ല, 10ാം ക്ലാസ് അവൻ പാസ്റ്ററാവട്ടെ. ഊനമായതിനെ കർത്താവിന് കൊടുത്തു, അല്ലേ? തോറ്റവനും പരീക്ഷയൊന്നും പാസ്സാകാൻ പറ്റാത്തവനും ഒക്കെ പ്രസംഗിക്കാൻ പോട്ടെ. നല്ലവൻ നീ കാനഡയിൽ തന്നെ പോകണം കേട്ടോ മോനെ. ഇതാണ് ക്രിസ്തീയ പാരൻറ്റിങ്. ദൈവഭയത്തിൽ അപ്പൻ മോനെ വളർത്തണം എന്ന് പറഞ്ഞ് ഇതാണ് അർത്ഥം എന്നാണ് പലരും പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? അല്ലാതെ എടാ മോനെ നീ വിചാരിച്ച IAS ഒക്കെ പാസ്സാവും, നീ അതിന് പോകണ്ട, നീ കർത്താവ് വിളിച്ചവനാണ്, നീ പോ, ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും അറ്റത്ത് കേൾക്കാത്തൊരു സ്ഥലത്ത് പോ എന്ന് പറയുന്ന പാരൻസ് ഉണ്ടോ? വളരെ വിരളമാണ്, അല്ലേ? വിവാഹ വിഷയം കടന്നു വരുന്നു, ദൈവഹിതം നോക്കി കല്യാണം കഴിക്കാൻ പറയുന്ന എത്ര പാരൻസ് ഉണ്ട്. പലരും കല്യാണം കഴിക്കാൻ പ്രായം അല്ലാത്ത പാരൻസ് ഒക്കെ പറയും, പിന്നെ ഞങ്ങൾ പറയും പ്രായമാകുമ്പോൾ പറയും അതൊന്നും പറ്റത്തില്ല, അയൽക്കാരുടെ മുഖത്തൊക്കെ നോക്കണ്ടായോ, അല്ലേ? സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ല. ഒരു സഭയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് പാലിക്കുന്നത് കേരളത്തിൽ. സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ല. അയ്യോ അതൊക്കെ പാടാ പാസ്റ്റർമാർ തന്നെ അതിൻ്റെ യോഗങ്ങൾക്ക് പോയി അനുരഞ്ജന ചർച്ചന, അല്ലേ? എത്ര കൊടുക്കും? 4 സെൻറ്റ്, 4 വരെ 6, പാസ്റ്റർ തന്നെ പറയും 6, അല്ലേ? എല്ലാം പാടാണ്, അല്ലേ? കർത്താവിന് നല്ലതൊന്നും കൊടുക്കത്തില്ല. നമുക്ക് വേണ്ടാത്ത ചപ്പ് നമ്മൾ ആർക്കാണ് ഇത് സാധാരണ ചെയ്യുന്നത്? വീട്ടിലെ ചപ്പ് ചവറൊക്കെ കൊടുക്കുന്നത് ആക്രി വരുമ്പോൾ, അല്ലേ? പഴയ ന്യൂസ് പേപ്പർ ആക്രി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വീടിൻ്റെ കാറിൻ്റെ താക്കോലെടുത്തും കൊടുക്കും, അല്ലേ? ഇല്ല, നമ്മൾ ഒരാളുടെ ബാക്കിലെ കുറേ ചവർ കിടപ്പുണ്ട് എടുത്തോണ്ട് പോകുമെന്ന് പറയും. ഈ രീതിയിലാണ് ദൈവവുമായിട്ടുള്ള ഇടപാട്. ഊനമായ തള്ളയെ കൊടുത്തു കണ്ടോ? ഇതെല്ലാം പഴയ നിയമ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് വേണം പുതിയ നിയമത്തിൽ എന്താ അർത്ഥം എന്നുള്ളത്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സമ്പത്ത് ഊനമായതാണോ ഈ കൊടുക്കുന്നത്? ആർക്കും വേണ്ടാത്ത ആക്രി സാധനം. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് എൻ്റെ നാമത്തോട്
ഒരു ബഹുമാനവുമില്ല. നിങ്ങളൊക്കെ ആരാധന ഒന്ന് നിർത്തിയെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ സമാധാനം. കർത്താവ് പറയുകയാണ് അല്ലേ, ദൈവഭയം ഇല്ലാത്ത ഒരു കൂട്ടം, ദൈവത്തിൻ്റെ നാമത്തോട് ബഹുമാനമില്ലാത്ത കൂട്ടം. അങ്ങനെ ഊനമുള്ള ഒരു തള്ളയെ കൊടുക്കുന്നവൻ എന്താകുന്നു? അങ്ങനത്തെ വഞ്ചകൻ. നല്ലത് കൊടുക്കാമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് മറ്റേ വേണ്ടാത്തത് കൊടുക്കുന്നവനെ വഞ്ചകൻ എന്നാണ് കർത്താവ് വിളിക്കുന്നത്. അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവൻ. ഒയ്യോ, ഈ ശാപമൊക്കെ സൺഡേ രാവിലെ ഒന്ന് പ്രസംഗിക്കുക. നിങ്ങൾക്കറിയാമോ പുതിയ നിയമത്തിൽ ശാപം പറഞ്ഞിട്ടുണ്ട്? അറിയോ? 1-2 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 16:22. 1 കൊരിന്ത്യർ 16:22. അയ്യോ, കേട്ടോ നിങ്ങളെല്ലാവരും? പതുക്കെ വായിച്ച. കർത്താവിനെ സേവിക്കാത്തവനെന്നോ പാസ്റ്ററാകാത്തവനെന്നോ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്നേഹിക്കാത്ത ഏവനും. അയ്യോ. അപ്പൊ സ്നേഹിച്ചാലോ? എഫീഷ്യർ ലേഖനം 6:24. എഫീഷ്യർ 6:24. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൃപയിരിക്കുമാറാകട്ടെ. കേട്ടോ, അവർക്കാണ് കൃപ. അല്ല തോന്നിവാസമൊക്കെ കാണിച്ച് സഭയിൽ പാട്ടുപാടാൻ ഉറപ്പായിട്ടും ഞായറാഴ്ച രാവിലെ എത്തിക്കോളും, സഭയിലെ കസേരയ്ക്ക് ചൂട് കൊടുത്തോളും, കൃപ ഇരിക്കട്ടെ എന്ന് പറയുന്നില്ല. അയ്യോ സ്നേഹമൊന്നുമില്ല, നീ ശപിക്കപ്പെട്ടവനാകുന്നു. ഇതാണ് പുതിയ നിയമത്തിലെ ശാപം. ഇത് നമ്മളെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഈ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് ചോദിച്ചാൽ നമ്മളെല്ലാവരും കൈവക്കേനെ അല്ലേ? പിന്നെ എന്ത് സ്നേഹമാണ് ഞാനും കർത്താവും തമ്മിൽ. ആക്രി പരിപാടി ഉണ്ടോ? കർത്താവിന് ഈ ആക്രി സാധനമൊക്കെ കൊടുക്കാറുണ്ടോ? വേണ്ടാത്ത മോനെയും മോളെയും കൊടുക്കാറുണ്ടോ? അപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ബഹുമാനിക്കുന്നുണ്ടോ? ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആ ബഹുത്വം, ആ ഭയങ്കരകരമായ വസ്തുത നമ്മൾ മനസ്സിലാക്കി ആ നാമത്തിന് അനുയോജ്യമായ ദൈവഭയത്തിലാണോ നമ്മൾ ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്? അതായത് ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി നമ്മുടെ നടപ്പും ആരാധനയും കണ്ടാൽ പറയുമോ, ഇവരുടെ ദൈവം വലിയ ദൈവമാകട്ടോ എന്ന് പറയൂ? ഇന്ന് ഇവിടെ ഒരു യോഗം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മുഖ്യ അതിഥി കടന്നു വരുന്നു. പക്ഷേ വരുന്ന ജനത്തിനെന്ന് പറഞ്ഞിട്ട് ആരാണ്? പക്ഷെ നമ്മുടെ മട്ടും പാവവും ഒക്കെ കണ്ടിട്ട് അവരൊന്ന് ചോദിക്കുകയാണ്, മുഖ്യമന്ത്രിയാണോ വരുന്നേ? അല്ല, നിങ്ങളുടെ നടപ്പും പാവവും ഈ ഒരുക്കമൊക്കെ കണ്ടിട്ട് തോന്നുന്നു വലിയ വിശിഷ്ട അതിഥിയാണ് വരുന്നത് അല്ലേ? അപ്പം അതിഥി അറിയാത്തവന് പോലും അത് അവരുടെ മനോഭാവത്തിൽ നിന്ന് വെളിപ്പെട്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആരാധനയും നമ്മുടെ ഒരുക്കവും വിശുദ്ധിയും ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ആ സൂക്ഷ്മതയൊക്കെ കണ്ട അവിശ്വാസി പറയുമോ, ഇവരുടെ ദൈവം വലിയ വിശുദ്ധനാ ഭയങ്കരനാകട്ടോ എന്ന് പറയുമോ? നമ്മൾ സിനിമയ്ക്ക് പോകുന്നവർ ഇങ്ങനെ കൂസലില്ലാതെ ഞായറാഴ്ച രാവിലെ പോകുമ്പോൾ അവർ തന്നെ പറയും ഞായറാഴ്ച പോകും, പക്ഷേ ഇവനൊക്കെ എന്തോ ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് അവരിപ്പോൾ പറയും. ലോകം നമ്മളോട് പറയും അല്ലേ? യോനായെ കറക്റ്റ് ചെയ്തത്, ഗുണീകരിച്ചത് ലോകമായിരുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ ഇന്ന് സഭയിലെ വിശ്വാസികളെയൊക്കെ ഗുണീകരിക്കുന്ന ലോകത്തിലുള്ളവർ, അവർക്ക് ബോധമുണ്ട് ഇതിനേക്കാൾ അല്ലേ? ചുമ്മാ വാട്ടും പ്രാർത്ഥനയാണ് വെച്ച് വീട്ടിൽ താമസിക്കുമ്പോൾ കണ്ടറിയോ ഒരു യേശുവിനെ കാണാനില്ല ഇവൻ്റെയൊക്കെ ജീവിതത്തിലെന്ന്. നമ്മുടെ നാട്ടിൽ തന്നെ പല സംഭവങ്ങളല്ലേ? ഈ ഇലക്ഷൻ സമയത്ത് ഒരു സംഭവം നടന്നപ്പോൾ നാട്ടുകാർ തന്നെ പാസ്റ്റർമാരോട് ചോദിച്ചു, നിനക്കൊന്നും നാണമില്ലേടാ ഓരോ സ്ഥാനാർത്ഥിയുടെയൊക്കെ വീട്ടിൽ പോകാൻ അല്ലേ? അത് ചോദിച്ച ഒരു വിശ്വാസികളൊന്നുമല്ല, ചിലരൊക്കെ നിരീശ്വരവാദികളൊക്കെയാണ്. പക്ഷെ അവർ പോലും ചോദിച്ചേടാ നാണമില്ലേടാ. അപ്പോൾ കണ്ടോ, ദൈവത്തോട് ബഹുമാനം ഉണ്ടോ ഇല്ലേന്ന് ലോകക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ പറ്റുമോ? അവസാനമായിട്ട് പറഞ്ഞു നിർത്തട്ടെ, വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. റോമാലേഖനം 12:1-2 പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് നമ്മൾ അർപ്പിക്കണം. അതാണ് പുതിയ നിയമത്തിലെ ആത്മീയ ആരാധന, യഥാർത്ഥ ആരാധന. ഇത്രയും കേട്ട കാര്യങ്ങൾ ഈ സഭാ ആരാധനയ്ക്ക് അപ്പുറത്തായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആരാധനയുമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ, ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണോ? എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ മന്ദിരമാണെന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്? അനുഭൂതി. അന്യഭാഷ സംസാരിക്കുമ്പോൾ 3-ാം സ്വർഗത്തിൽ ചെല്ലാം, ഇതൊക്കെയാണോ ചിന്തിക്കുന്നത്? അതോ ഒയ്യോ വിശുദ്ധനായ ദൈവം വന്ന് വസിക്കാൻ ഈ മന്ദിരം പോരല്ലോ,
ഇതത്ര വിശുദ്ധമല്ലല്ലോ എന്നുള്ള ചിന്തയാണോ ഓടി വരുന്നത്? അതുപോലെ ഊനമായതൊക്കെയാണോ അർപ്പിക്കുന്നത്? സൗകര്യപൂർവ്വം സൺഡേ രാവിലെ 10 തൊട്ട് 12 വരെ അർപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങെടുക്കും കേട്ടോ. അല്ലാതെ യാഗപീഠത്തിൽ മുഴുവൻ സമയമൊന്നും അങ്ങനെ ജീവിക്കുന്ന യാഗമാകാനൊന്നും കഴിയത്തില്ല അല്ലേ? അതരങ്ങളെ കൊണ്ടൊക്കെ ഞാൻ ദൈവത്തെ 2 മണിക്കൂർ സ്തുതിക്കും, പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വായി തോന്നുന്നു ഞാൻ പറയും അല്ലേ? അതൊക്കെ നേരത്തെ പറഞ്ഞ ഊനമായത് കൊടുത്ത് ഇതെന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് സൗകര്യപൂർവ്വം ആരാധിക്കുന്ന പഴയ നിയമത്തിലെ ജനത്തെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആരാധന, നമ്മുടെ ശരീരം കൊണ്ടുള്ള ആരാധനയിൽ നമ്മൾ ദൈവനാമത്തെ ഭയപ്പെടുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ? ചോദിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവനാമത്തോട് എത്രമാത്രം എരിവും തീക്ഷ്ണമായ ബഹുമാനവും നമുക്കുണ്ട്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധിയെ ദൈവഭയത്തിൽ തികവുള്ളവരാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ദൈവഭയം എന്ന് പറയുമ്പോൾ ദൈവം ആരാണെന്നുള്ള പൂർണ്ണ പരിജ്ഞാനത്തിലും അവൻ പാപത്തെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്നും അതവൻ്റെ ജനത്തിലാണെ പോലും അതിന് അനന്തരഫലങ്ങളുണ്ടെന്നും കർത്താവ് ഒരു നാൾ ഇതെല്ലാം വിധിക്കുമെന്നുമുള്ള പൂർണ്ണബോധ്യത്തിൽ ദോഷം വിട്ടകലണം. അതാണ് ദൈവഭയം. നമ്മുടെ ആരാധന വിഷയത്തിൽ ദൈവനാമത്തോട് നമുക്ക് ബഹുമാനമുണ്ടോ? അതോ സൗകര്യപൂർവം തുച്ഛീകരിച്ച് ഒരു കൂസലുമില്ലാതെ വെറും മതപരമായ ചടങ്ങുകൾ ഒരു ആചാരം പോലെ കാഴ്ചവെക്കുകയാണോ നമ്മൾ? ഹൃദയത്തിൽ ദൈവത്തോട് എത്രമാത്രം ബഹുമാനമുണ്ട്? അവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് എത്രമാത്രം ബഹുമാനം നാം അവർക്ക് കരേറ്റുന്നുണ്ട്? നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമേ, നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ ജീവിക്കുന്ന ലോകത്തിലും ഈ കാലയളവിലും ദൈവഭയം വളരെ വിരളമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർത്താവേ. അത് ഈ ലോകത്തിൻ്റെ ഈ ഓട്ടം ഞങ്ങളുടെ ഹൃദയങ്ങളെയും കയറി ബാധിച്ചിട്ടുണ്ട് കർത്താവേ. മലാക്കിയിലെ ജനക്കൂട്ടത്തെ പോലെ കാത്തിരുന്നത് പോലെ കർത്താവൊന്നും വന്നില്ല, മഹത്വമൊന്നും വെളിപ്പെട്ടില്ല. എന്നാൽ പിന്നെ മണ്ണിലേക്ക് തിരിയാമെന്ന് പറഞ്ഞ് ലൗകികന്മാരായതുപോലെ കർത്താവെ ഞങ്ങളും ഈ ലോകത്തിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് കർത്താവെ. 2-ാം വരമ്പിൻ്റെ വെളിച്ചത്തിൽ നിത്യതയെ വിലയേറിയതായിട്ട് എണ്ണിക്കൊണ്ട് ലോകത്തെ വെറുത്തു ജീവിക്കുന്നവരായി ഞങ്ങൾ ഇതുവരെയും ആയിട്ടില്ല കർത്താവ്. ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല കർത്താവെ. ദൈവഭയമില്ലാത്തതാണ് അതിൻ്റെ മൂലകാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. നിന്റെ മഹത്വം ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തിയാട്ടെ. നീ ബഹുമാനത്തിനും മഹത്വത്തിനും എത്രമാത്രം യോഗ്യനാണെന്ന് ഒന്നുകൂടെ ഞങ്ങളുടെ ഉള്ളത്തിൽ ഒന്ന് വെളിപ്പെടുത്തി ഉറപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല സഹോദരീ സഹോദരന്മാരെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവെ, ഈ ആഴ്ച കർത്താവെ, വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം എത്ര മാത്രമാണെന്ന് വചനത്തിൽ നിന്ന് ഒരു വെളിപ്പാട് പ്രാപിച്ച് അവരുടെ നടപ്പിനെയും ആരാധനയെയും ജീവിതത്തോടുള്ള എല്ലാ സമീപനങ്ങളിലും ആഴമായ രൂപാന്തരമുളവാക്കുന്ന ഒരു അനുഭവമാക്കി അതിനെ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലപ്പോഴും നിന്നെ ഞങ്ങൾ തുച്ഛീകരിക്കുന്നുണ്ട് കർത്താവെ. എപ്പോഴും നിന്റെ നാമമൊക്കെ ഏറ്റുപറഞ്ഞ് എപ്പോഴും നിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പലപ്പോഴും നീ ഞങ്ങൾക്ക് ഒരു വിദൂരമായ ദൈവത്തെക്കാളും അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയൊക്കെ ചിന്തിച്ച് ഞങ്ങൾ പലപ്പോഴും നിന്നെ തുച്ഛീകരിച്ചിട്ടുണ്ട് കർത്താവെ. അതിനോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു കർത്താവെ. നീ സമീപസ്ഥനും ഞങ്ങളിൽ സഹവസിക്കുന്നവനുമൊക്കെ ആണേലും നീ വിശുദ്ധ മഹത്വമുള്ള ഭയങ്കരമായ യഹോവയാണെന്ന് ഞങ്ങൾ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് കർത്താവ്. ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിന്റെ നീതിയെ ചൊല്ലി കർത്താവേ, നീ കണിശമായിട്ട് കർത്താവേ നീതിയോടെ വിധിക്കുന്നവനാണല്ലോ കർത്താവേ. പത്രോസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മുഖപക്ഷം കൂടാതെ വിധിക്കുന്നവനെ പിതാവെന്ന് ഞങ്ങൾ വിളിക്കുമെങ്കിൽ ഞങ്ങളുടെ പ്രവാസകാലം എത്ര ഭയത്തോടെ ഞങ്ങൾ കഴിക്കണമെന്ന് വചനം പറയുന്നത് പോലെ കർത്താവേ, നിന്നെക്കുറിച്ചുള്ള ശരിയായ ബോധ്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ് കർത്താവ് ഞങ്ങൾ ഭയത്തോടെ ജീവിക്കുന്നവരായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ഭയം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദേശത്ത് നിനക്ക് വേണ്ടി വെളിച്ചമായി നിൽക്കുന്ന ഈ സഭയെ കർത്താവ് നീ കാത്തു പരിപാലിക്കണമേ. സഭകളിൽ സംഭവിക്കുന്ന കർത്താവ് പല വിധത്തിലുള്ള മൂല്യച്യുതികൾ ഈ സഭയിൽ കടന്നു വരാതെ കർത്താവ് വചനത്തിലും ആത്മാവിലും ഉറച്ചു നിന്ന് കർത്താവ് വ്യത്യസ്തരായി വേർപെട്ടവരായി നിനക്ക് കൂടെ വസിക്കുവാൻ പ്രസാദമുള്ളവരായി കർത്താവെ ഈ സഭയെ നീ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് സ്തോത്രം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നവരാക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അത് നീ തന്നെ ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.